അസ്സലാമലൈക്കും. എന്താ പാട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് വരാത്തല്ലേ? ഇപ്പൊ നാളെ നോമ്പാണ്. പറഞ്ഞു വരുന്നത്, ഇന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കണില്ല. നമ്മളെ കുഞ്ഞാപ്പൂനും ഉമ്മാക്കും ഒരു അവധി കൊടുക്കുകയാണ്. പലവരും ആദ്യം കമന്റിൽ ചോദിച്ചിരുന്നു, ഉമ്മാനെ കാണിക്കുമോ. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒറിജിനൽ ഉമ്മാനെ കാണിക്കാൻ പോകുന്നു കേട്ടാ. ഇതാണ് എൻ്റെ ഉമ്മ. കാരണം ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി കുസുമ്പും അതൊന്നും ഇല്ല കേട്ടാ. ഉമ്മക്ക് താല്പര്യമൊന്നും ഇല്ല വീഡിയോ ചെയ്യാനൊന്നും. ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഉമ്മാനെ കുറെ ആൾക്കാർ ചോദിച്ചാണ് ഇതാണ് ഉമ്മ. ഉമ്മാക്ക് ഇപ്പോൾ 75-80 വയസ്സിന്റെ അടുത്തായി. കാരണം ഉമ്മാക്ക് ഇതൊക്കെ ഒരു രോഗമൊന്നും ഉണ്ടായിട്ടില്ല. രോഗം ഇല്ലാതിരിക്കട്ടെ, ഒരു പ്രഷറിന്റെ മാത്രം ഒരു അസുഖമുള്ളൂ. കാരണം കുറെ കാലം മുന്നേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഈ വസൂരി അല്ലമ്മ അങ്ങനത്തെ പൊന്തി. അന്ന് എല്ലാവർക്കും, എൻ്റെ ഏട്ടന്മാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും എല്ലാവർക്കും പൊന്തി. പക്ഷെ എൻ്റെ ഉമ്മക്ക് മാത്രം ഉണ്ടായില്ല, എനിക്കും ഉണ്ടായില്ല. അതേമാതിരി ഇപ്പൊ ഈ കൊറോണ അവസരത്തിൽ എല്ലാവർക്കും പനി പിടിച്ച്, എനിക്കും പിടിച്ച്, ഉമ്മാക്കും പിടിച്ചില്ല. ഉമ്മാക്ക് അങ്ങനെ പെട്ടെന്ന് രോഗം ഉണ്ടാവാതിരിക്കട്ടെ. കാരണം എന്താ വെച്ചാല് ഉമ്മാക്ക് ഇത്ര കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഈ പ്രഷറിന്റെ മാത്രം അസുഖം. കാരണം ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് കൊടുത്തതിന് പറയല്ല, എല്ലാവർക്കും നല്ല സഹായിച്ചിരുന്നു. ഉമ്മ ചോറൊക്കെ അല്ലെങ്കിൽ അവർക്ക് അരിഞ്ഞിട്ടൊക്കെ അന്ന് ഞങ്ങൾക്ക് കൊയ്യാനും ഇരിക്കാനൊക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പോ ഇന്നിപ്പോ അവരൊക്കെ വലിയ വലിയ പൊസിഷനിലായി. പക്ഷെ അവരൊന്നും സഹായിക്കൊന്നും വേണ്ട. പക്ഷെ എന്നാലും ഉമ്മാന്റെ ആ ഒരു മനസ്സ് കാരണമാണ് ഉമ്മ അവർക്ക് എല്ലാവർക്കും സഹായിച്ചിരുന്നത്. ഞാനിതിപ്പോ ഒരു ഇത് പറയാൻ വേണ്ടി പറയില്ല. ഇന്ന് എന്റെ വാപ്പാനൊരു പ്രത്യേക സ്വഭാവമാണ്. വാപ്പ അവിടെ ജാതി മതം നോക്കാത്ത ഒരാളായിരുന്നു. ഞങ്ങളെ വീടിന്റെ ആധാരം 2 ആൾക്ക് അല്ലെ പണം വെക്കാൻ കൊടുത്തു വാപ്പ. എന്നിട്ട് ആദ്യത്തെ ആൾ എടുത്തു കൊടുത്തില്ല. അമ്മാന്റെ 14 സെന്റും കൊടുത്ത് ആദ്യത്തെ ആള് എടുത്തു കൊടുത്തില്ല. അത് ലോൺ എന്നിട്ട് അടക്കാനാകുമ്പോ ഞങ്ങൾ വേറെ സ്ഥലം വിട്ട് അത് എടുത്ത്. രണ്ടാമത്തെ ആളും അതും ഒരു കാര്യക്കണോ, നമ്മളെ ഹിന്ദു സഹോദരന്മാർക്ക് ഞങ്ങൾ കൊടുത്തത്, 2 ഹിന്ദു സഹോദരന്മാർക്ക്. കാരണം ഞങ്ങൾ അവിടെ ജാതി മതം നോക്കില്ല. അപ്പൊ ആരും വന്നിട്ട് വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് എന്താ വീട്ടിലുള്ളത് അത് എടുത്തു കൊടുക്കും. അങ്ങനെ രണ്ടാമത്തെ ആളും ആ ആധാരം എടുത്തു കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലം ഉണ്ടാവും, അതും വിറ്റ്. കാരണം വേറെ ഉള്ളവരാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. എന്റെ വാപ്പാക്ക് ചെയ്തില്ല. അങ്ങനെ കുറെ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ പോയി. ഇപ്പൊ വാപ്പാക്ക് കുറച്ചുള്ള കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആ വിധിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരെ ഇതാക്കണം. എനിക്ക് 2 ഏട്ടന്മാരാണ്, 3 പെങ്ങന്മാരാണ്. മൊത്തത്തിൽ 7 മക്കളായിരുന്നു. മൂത്തത് മരിച്ച്, ഞാൻ 5-മത്താണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഞാൻ 4-മത്താണ്. ഇനി 2 അനിയത്തിമാര് വേറുണ്ട്, താത്ത വേറുണ്ട്, 2 ഏട്ടന്മാര് വേറുണ്ട്. അവർക്ക് ഭാര്യ മക്കളും കുടുംബമായിട്ട് ഇങ്ങനെ പോകുന്നത്. കുഞ്ഞാപ്പൂന്റെ ഉമ്മയും ഇതിലൊരിക്കലും പെടൂല. കാരണം അങ്ങനത്തെ സ്വഭാവമല്ല ഞങ്ങൾക്ക്. എന്റെ ഉമ്മാക്ക് അങ്ങനത്തെ സ്വഭാവമല്ല. ഉമ്മാക്ക് ഇനി ആര് എന്ത് പറഞ്ഞാലും ഉമ്മാന്റെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്താലേ ഉമ്മാക്ക് ഉറക്കം കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ നമാസ്ക്ക് പറയും, ഉമ്മ നിങ്ങൾ അവര് പറഞ്ഞില്ല, അവര് എന്തിനിപ്പോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പൊ ഉമ്മ അത് നമ്മളിപ്പോ കൊടുത്താലും അള്ളാഹു വേറെ എന്തെങ്കിലും നമുക്ക് തരുമെന്ന് പറയും. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് പണിക്ക് പോകുമ്പോ ഉമ്മാട് പറയും, ഉമ്മ പണിക്ക് പോയിട്ട് വരും. തിരിച്ചു വരുമ്പോൾ പണിക്ക് പോയിട്ട് ഒരു ദിവസം നേരത്തെ അങ്ങനെ വരലില്ല. അവളൊക്കെ തോന്നിച്ചതാണ്. അപ്പൊ ഞാൻ ഉമ്മ ചുമ്മാ നിൽക്കണില്ല. അപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ ഉമ്മ നിൽക്കാത്ത ഉമ്മാട് ചെന്ന് നോക്കുമ്പോ ഉമ്മ പ്രഷർ അടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഞാൻ വേഗം ഒരു ഗുളിക എടുത്തിട്ടാണ് കൊടുത്ത് ഒരു വേഗം ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കുറച്ചും കൂടി വീഴുകയാണെങ്കിൽ മൊത്തം തായിരുന്നു. അങ്ങനെ ഉമ്മ രക്ഷപ്പെട്ട്. അല്ല, അത് ഞാൻ വിശ്വസിക്കുന്നു ഉമ്മ ചെയ്തൊരു പുണ്യവും അങ്ങനെയൊക്കെയുള്ള ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അതേമാതിരി പാവം എൻ്റെ വാപ്പ കുറേ കഷ്ടപ്പെട്ടിരുന്നു. ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നു. വാപ്പാക്ക് എന്താണ് അന്നൊക്കെ നല്ല സ്വത്തുണ്ടായിരുന്നു. പിന്നെ ഒന്നും ഇല്ലാതായി. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ, വാപ്പ അന്നവര് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കലായിരുന്നു. പിന്നെ അവർക്ക് പുറമൊരു പണിക്കൊന്നും പാടില്ലല്ലോ. അങ്ങനെ പാവം എൻ്റെ ഉമ്മ ഞങ്ങളെ കുട്ടികളാകുമ്പോ പഴയ പാത്രങ്ങളൊക്കെ നെക്കി കടയിൽ കൊണ്ടുപോകും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട്. അത് മറ്റുള്ളവർക്ക് അറിയില്ല. ഇന്നും അന്നൊക്കെ പുറമെന്ന ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ആൾക്കാർ ഇന്നും അവര് സുഖത്തിലാ ജീവിക്കണമെന്നുള്ളത്. അപ്പൊ പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു പോയിന്നുള്ളൂ. വേറെ എന്തൊക്കെ പറയുന്ന അറിയില്ല. അപ്പൊ നമ്മള് ജീവിച്ചിരിക്കണ കാലം മുതൽ മാതാപിതാക്കൾ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് പോയതിന്റെ ശേഷം കുറെ കരഞ്ഞിട്ടും പിടിച്ചിട്ടും ഒന്നും കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോ അവർക്ക് എന്താ കൊടുക്കുക, നമുക്ക് സന്തോഷം കൊടുക്കുക. അല്ലെങ്കിൽ ഒരു മിഠായിയോ ഒന്നും കൊടുക്കുക. അല്ലെങ്കിൽ എന്താ കൊടുക്കാൻ പറ്റിയത് അവർക്ക് കൊടുക്കുക. ഞാൻ മിഠായി കൊണ്ടു കൊടുക്കും. കാരണം ഉമ്മ എത്ര പറയായാലും ഉമ്മ മിഠായിക്ക് വേണ്ടി കാത്തുക്കും. ഉമ്മാന്റെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു, മാമാമ, ഒരു ഉമ്മാന്റെ ഉമ്മ.
ഉമ്മാമയും കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതേമാതിരി എന്റെ വാപ്പാക്ക് സുഖം ഇയാളെ കിടക്കുകയെന്ന്. അപ്പൊ കടയിൽ ഞാൻ വരുമ്പോ അവര് പൊതി നോക്കും ഇപ്പൊ മുട്ടായി കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത്. കാരണം അവര് പ്രായമായാലും അവർക്ക് കുട്ടിയോളം മനസ്സാണ്. അപ്പൊ നമ്മൾ കഴിയുന്നതും നമ്മള് അവർക്ക് എന്തെങ്കിലും കൊണ്ടുകൊടുക്കുക. ഇത്രയൊക്കെ തന്നെയൊക്കെ പറയാനുള്ളതും. ഇതാണ് ഞങ്ങളുടെ പൊന്നുമ്മ. അപ്പം ഇനി ഞങ്ങൾ നാളെ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരും. അത്ര തന്നെ ഉള്ളൂ.